ഇന്ത്യ വിവേകമുള്ള സംസ്കാരമുള്ള പ്രധാനമന്ത്രിമാർ മാത്രം ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു. ഇപ്പോൾ എന്താണ് സ്ഥിതി? മോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. രാജ്യം ലജ്ജിച്ച് തല താഴ്ത്തണം. മോദിയുടെ ഒരു പുതിയ നാടകം കണ്ടോളൂ. आज मेरा सपना पूरा हो गया। महिला प्रकोष्ठ की जिलाध्यक्ष कुसुम देवी पार्टी की आज से मिल के मेरा सपना पूरा हो गया। आज सपना पूरा हो गया। जय श्री राम, जय श्री राम। എന്താണ് ഇതേക്കുറിച്ച് പറയേണ്ടത്? ഏത് കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകും ഈ നാടകം. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിനടുത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻകൂട്ടി നിശ്ചയിച്ച ആൾക്കാർക്കല്ലാതെ ആർക്കും വരാൻ കഴിയില്ലെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ഈ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ? പ്രധാനമന്ത്രിയുടേതെന്നല്ല, ഒരു സ്ഥാനാർത്ഥിയുടെ ഹെലികോപ്റ്ററിനടുത്തേക്ക് മുൻകൂട്ടി നിശ്ചയിച്ചവർക്കല്ലാതെ ആർക്കും കടന്നു വരാനാകില്ലെന്ന് എല്ലാവർക്കും അറിയാം. മുൻകൂട്ടി തിരക്കഥ തയ്യാറാക്കിയുണ്ടാക്കിയ ഈ നാടകം എന്തിനു വേണ്ടിയാണ്? ആകാശത്തേക്ക് നോക്കി ആരെയാണ് അഭിവാദ്യം ചെയ്യുന്നത്? മോദിയുടെ വാട്സാപ്പ് കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടോ അഭിവാദ്യം ചെയ്യാൻ? അതോ റഡാറിനെ മറയ്ക്കാൻ സഹായിച്ച മേഘങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണോ? ഇത് കണ്ടിട്ട് മോദിക്കും ഇവർക്കും അഭിനയത്തിനുള്ള ഓസ്കാർ കൊടുക്കണം എന്ന് പലരും അവകാശപ്പെട്ടു. എന്നാൽ എനിക്ക് അതിനോട് 1% പോലും യോജിപ്പില്ല. അഭിനയം ഒട്ടും ശരിയായില്ല. ഏറ്റവും മോശം അഭിനയത്തിനുള്ള റാസി അവാർഡ് എന്നറിയപ്പെടുന്ന ഗോൾഡൻ റാസ്ബെറി അവാർഡാണ് ഈ അഭിനയത്തിന് കൊടുക്കേണ്ടത്. അഭിനയത്തിൽ സ്വാഭാവികത തോന്നിക്കുമ്പോഴാണ് യഥാർത്ഥ അഭിനയം ആവുക. പക്ഷെ ഇതിൽ ഒരു സ്വാഭാവികതയും ഇല്ല എന്ന് വ്യക്തമാണ്. ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പോലും വരുന്നില്ല. ഒരു ഉള്ളി കണ്ണിൽ തേക്കാൻ കൊടുക്കാമായിരുന്നു. ചുറ്റും നിന്നവർ ചിരിയടക്കാൻ പാടുപെടുകയാണ് ഈ നാടകം കണ്ടിട്ട്. എന്റെ സ്വപ്നം ഫലിച്ചെന്ന് മുൻകൂട്ടി തയ്യാറാക്കി നടത്തിയ സ്വപ്നം. അതുപോലെ മോദിയുടെ അതിനുള്ള മറുപടി, പരമാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകട്ടെ എന്ന്. എന്തിനുള്ള ശക്തി? ഇത്ര തരംതാണ നാടകം കളിക്കുക വഴി എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ഇങ്ങനെ സ്വയം അവഹേളിതനാകുന്നത് എന്തിനാണ്? ഇതൊക്കെ കാണാനും സഹിക്കാനും മോദിയുടെ വാട്സാപ്പ് കുഞ്ഞുങ്ങൾക്ക് പോലും കഴിയുമോ? നിങ്ങൾ ശക്തനാണെങ്കിൽ എന്തിനിതുപോലെ നാടകം കളിക്കണം? ഇങ്ങനെയൊന്നും കാണിക്കരുത് പ്ലീസ്. താങ്കൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. രാജ്യചരിത്രത്തിൽ ഏതെങ്കിലും പ്രധാനമന്ത്രി ഇതുപോലെ നാടകം കളിച്ചിട്ടുണ്ടോ? ഇത് 10 വോട്ടുകളെങ്കിലും നഷ്ടപ്പെടുത്താനേ ഉപകരിക്കൂ.